ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2017 പുറത്തിറങ്ങിയ ഒറ്റമുറി വെളിച്ചം എന്ന മലയാളം മൂവിയാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തുന്ന നായികയ്ക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെ നായിക നേരിടുന്ന കുറേയധികം പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആരും ആഗ്രഹിക്കുകയും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ അതെന്തെല്ലാമാണെന്നൊക്കെ അറിയാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ സുധ എന്ന് പറയുന്ന നമ്മുടെ നായികനെ കാണിക്കുന്നു. അവളെ ഇപ്പൊ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിക്കുവാണ്. വളരെ സാധാരണക്കാരായോണ്ട് തന്നെ വളരെ ചെറിയ രീതിയിലായിരുന്നു അവരുടെ കല്യാണം. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് സുധേനെ ചന്ദ്രനും എന്റെ ആൾക്കാരും കൂടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അവർ വന്നുകൊണ്ടിരുന്ന ജീപ്പ് കേടാവുന്നു. ചന്ദ്രൻ ഒരു മെക്കാനിക് ആയിരുന്നു. അങ്ങനെ കേടായ ജീപ്പ് ഇപ്പൊ അവൻ റെഡിയാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ജീപ്പെല്ലാം ശരിയാക്കി സുധേനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് എത്തുവാണ്. സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ചെറിയ വീടായിരുന്നു ചന്ദ്രന്റേത്. വീട്ടിലെ ചന്ദ്രന്റെ മുറിക്കാണെങ്കിൽ ഒരു ഡോറ് പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് സുധ എന്ന് പറയുന്ന നമ്മുടെ നായിക എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കാണുന്ന സമയത്ത് സുധയ്ക്കാകെ വല്ലാതാവുന്നു. ഇതേ സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മു എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി വന്ന് സുധനോട് സംസാരിക്കുകയും അവളുടെ നെർവസ്നെസ് എല്ലാം മാറ്റുകയൊക്കെ ചെയ്യുന്നു. ഈവനിങ് ആവുന്ന സമയത്ത് ചന്ദ്രൻ മുറിയിലേക്ക് വരുന്നു. ഈ സമയം മുറിയിലുള്ള നമ്മുടെ നായകനോട് ഒന്നും മിണ്ടുപോലും ചെയ്യാതെ അവൻ ഡ്രസ്സും മാറി നേരെ വീടിന് വെളിയിലുള്ള അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇന്ന് ചന്ദ്രന്റെ കല്യാണം ആയതുകൊണ്ട് അവരെല്ലാരും കൂടി മദ്യപിക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇപ്പൊ അവരോട് കമ്പനി കൂടാൻ വേണ്ടിയാണ് അവൻ പോയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മുറിയിൽ നിന്നുകൊണ്ട് നമ്മുടെ നായിക ശ്രദ്ധിക്കുന്നു. നായകനെ വരാൻ കുറെ ലേറ്റ് ആവുമെന്ന് മനസ്സിലാക്കി നായിക ഈ സമയം ജനലടച്ച് കിടക്കാമെന്ന് വിചാരിച്ച് ജനലടയ്ക്കാൻ നോക്കുന്ന സമയത്താണ് അതിനൊരു പാളിയില്ല എന്ന് മനസ്സിലാവുന്നത്. മുറിക്ക് ഡോറില്ല എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, അതൊരു കർട്ടൻ വെച്ചാണ് മറച്ചിരിക്കുന്നത്. എന്നാ പിന്നെ ഇനി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കാന്നുള്ള രീതിയിൽ നായിക ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ആ മുറിയിലേത് ഒരു പെർമനന്റ് ലൈറ്റ് ആണ്. അതായത് അത് ഓഫ് ആക്കാനായിട്ട് അതിന് സ്വിച്ചുകളൊന്നുമില്ല. ഫുൾ ടൈം അത് അങ്ങനെ തെളിഞ്ഞിരിക്കും. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക ഉറങ്ങാൻ കഴിയാതെ അങ്ങനെ അവിടെ ഇരിക്കുവാണ്. കുറെ നേരം കഴിയുമ്പോൾ നായകൻ മുറിയിലേക്ക് വരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ കമ്പനി കൂടിയോണ്ട് തന്നെ അവൻ നല്ല മദ്യലഹരിയിലായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ഒരു ലഹരിന്റെ പുറത്ത് അവൻ സുധേനോട് ഫിസിക്കൽ അപ്രോച്ച് ചെയ്യുവാണ്. എന്നാൽ മുറിക്കാണെങ്കിൽ ഒരു ഡോറില്ല, ലൈറ്റ് ആണെങ്കിൽ ഓഫ് ആക്കാൻ പറ്റില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ നായികയ്ക്ക് ഒരു അൺകംഫർട്ട്നെസ് ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവള് ചന്ദ്രനോട് എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു, ഞാനൊന്ന് കിടന്നോട്ടേയും ചോദിക്കുവാണ്. ഇത് കേൾക്കുന്ന അവൻ ശരി ഓക്കെ എന്നും പറഞ്ഞ് അവളെ കിടക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ അവൾ പോയി കിടക്കുന്ന സമയത്ത് ചന്ദ്രനും അടുത്ത് പോയി കിടക്കുവാണ്. അങ്ങനെ ചന്ദ്രൻ കിടന്നുറങ്ങുന്നു. എന്നാൽ മുറിയിൽ ആ ലൈറ്റ് ഉള്ളതുകൊണ്ടും ജനല് തുറന്നു കിടക്കുന്നു. മുറിക്കാണെങ്കിൽ വാതിലില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ ഉറങ്ങാനേ കഴിയുന്നില്ല. അങ്ങനെ കുറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വെളുപ്പനേരം ആയപ്പോഴാണ് അവളൊന്ന് മയങ്ങുന്നത്. അടുത്ത സീനിൽ ഉറക്കം എഴുന്നേക്കുന്ന സുധേനെ കാണിക്കുന്നു. അപ്പൊ മുറിയിലാണെങ്കിൽ നായകനില്ലായിരുന്നു. അപ്പൊ നായകൻ എന്തെന്ന് അറിയാൻ വേണ്ടി അവള് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇത് കാണുന്ന അവളുടെ അമ്മായിമ്മ, അതായത് നായകന്റെ അമ്മ ചോദിക്കുവാണ് നീ ചന്ദ്രനെയാണോ അന്വേഷിക്കുന്നത്, അവൻ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോയെന്ന്. ഇത് കേട്ട നായിക ആന്നും പറഞ്ഞ് ഫ്രഷ് ആയിട്ട് അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ചേരം കഴിയുമ്പോഴേക്കും പണിക്ക് പോയ നായകൻ വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. ഇവരുടെ വീടിനോട് ചേർന്ന് ഇവർക്കൊരു പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി പന്നി ഇറങ്ങി ഇവരുടെ വിളകളെല്ലാം നശിപ്പിച്ചു. ഇതിലൊരുപാട് ദേഷ്യം വന്ന ചന്ദ്രനാണെങ്കിൽ ആ പന്നീനെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി തോട്ടം എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കാണുന്ന നായിക അവന്റെ അടുത്ത് ചെന്ന് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്. എന്നാൽ അവനാണെങ്കിലും മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ഇതേ സമയം അയൽവക്കത്തെ കുട്ടിയായ അമ്മു അവിടേക്ക് വരുന്നു. അപ്പൊ അമ്മുവിനോട് നായിക ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ്. ചേച്ചി അത് ഇന്നലെ രാത്രി തോട്ടത്തിൽ പന്നി ഇറങ്ങിയതാണ്. പന്നി മാത്രമല്ല ആനയും കുരങ്ങനും കാട്ടുപോത്തും അങ്ങനെ പലതരത്തിലുള്ള വന്യമൃഗങ്ങൾ ഇവിടെ വരാറുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന നായിക ആശ്ചര്യത്തോടു കൂടി അതെല്ലാം കേട്ടു നിൽക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായാന്ന് ഈവനിങ് കാണിക്കുന്നു. ഇപ്പൊ നായകൻ വീട്ടിലിരുന്നുകൊണ്ട് എന്തൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചേരം കഴിഞ്ഞ ജോലികളെല്ലാം തീർത്തിട്ട് നായകൻ നായികന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് അവളോട് ഫിസിക്കൽ അപ്രോച്ച് ചെയ്യുന്നു. എന്നാൽ നായികയ്ക്ക് അവിടെ ഒരു പ്രൈവസി ഇല്ലാത്തതുകൊണ്ട് അതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൾ അവനെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് അവനാണെങ്കിൽ തിരിഞ്ഞ് ഇറന്നുറങ്ങുന്നു. ചന്ദ്രൻ അവളോട് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നെങ്കിൽ അവൾ ഇന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞേനെ. എന്നാൽ അവനാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും തന്നെ ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ പറയുന്നുമില്ല. അടുത്ത ദിവസം രാവിലെ ചന്ദ്രൻ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ നായിക എഴുന്നേക്കുന്നു. എന്നിട്ട് കുളിച്ച് ഫ്രഷായി ജോലിക്ക് പോകുന്നതിന് മുമ്പ് നായകന് കൊടുക്കാൻ വേണ്ടി ഫുഡെല്ലാം ഉണ്ടാക്കുന്നു. അതിൽ നായകൻ ഇട്ടുകൊണ്ട് പോകാനായിട്ട് അവന്റെ വസ്ത്രങ്ങളെല്ലാം അയൺ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുവാണ്. എന്നാൽ കുളി കഴിഞ്ഞ് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന നായകൻ പഴയ ഒരു ഷർട്ടാണ് എടുത്തിടുന്നത്. അതിൽ ഭക്ഷണം കഴിക്കാതെ അവൻ ഇറങ്ങി പോകുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോക്കോ ഭക്ഷണമായി എന്നൊക്കെ വിളിച്ചു പറയുന്നു. എന്നത് കേട്ടിട്ടും കേട്ട ഭാവം നടിക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം നായികയ്ക്ക് സങ്കടമാവുന്നുണ്ട്. അടുത്ത സീനിൽ നായകൻ വർക്ക് ചെയ്യുന്ന ഷോപ്പ് കാണിക്കുന്നു. അവനൊരു ഇലക്ട്രിക്കൽ ഷോപ്പിലെ മെക്കാനിക് ആയിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നായകന്റെ ആ പച്ചക്കറി തോട്ടം കാണിക്കുവാണ്. ഇപ്പൊ നായികയും അമ്മായിയമ്മയും കൂടി അവിടുത്തെ ചില ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയം നായിക അമ്മായിയമ്മയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ മുറിയിൽ ആ ലൈറ്റിന് എന്താ സ്വിച്ച് ഇല്ലാത്തത്, അത് ഏത് സമയം അങ്ങനെ കത്തിക്കിടക്കുവാണല്ലോ എന്ന്. ഇത് കേൾക്കുന്ന അമ്മായിമ്മ പറയുവാണ് അത് പിന്നെ മോളെ ചന്ദ്രന് ചെറുപ്പം മുതലേ ഇരുട്ടെന്ന് പറഞ്ഞ പേടിയാണ്, അതുകൊണ്ടാണ് ഫുൾ ടൈം അത് അവിടെ കത്തിക്കിടക്കുന്നത്. ഇങ്ങനെയും പറഞ്ഞ അമ്മായിയമ്മ ആ വിഷയം അവിടെ വിടുന്നു. നായിക എന്തായിരുന്നു പറയാൻ ഉദ്ദേശിച്ചെന്നുള്ളത് അവരും മനസ്സിലാക്കുന്നില്ല. അതിനുശേഷം നായിക അമ്മായിയമ്മേനോട് ഈ ഗ്രാമത്തിലെ ഏകദേശം എത്ര കുടുംബങ്ങൾ ഉണ്ടാവും ചോദിക്കുന്നു. 150 കുടുംബങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ പണ്ട് ഇവിടേക്ക് താമസാവുന്ന സമയത്ത് ഇവിടെ വലിയൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഏകദേശം 2000-ഓളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഫാക്ടറി പൂട്ടി. അതേ തുടർന്ന് ഒരുപാട് കുടുംബങ്ങൾ ഇവിടം വിട്ട്
നായികയായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ അമ്മായിയമ്മ ആ നാടിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നായിക ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടി കേട്ടോണ്ടിരിക്കുന്നു. അന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോലിക്ക് പോയ നായകൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോഴേക്ക് അവനെ കുളിക്കാനായിട്ട് നായിക ചൂടുകളെല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞ് വരുന്ന നായിക ഫുഡ് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവൻ വീടിന് വെളിയിൽ അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം അവനോട് സംസാരിക്കാമെന്ന് വിചാരിച്ച് നായിക അവന്റെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുവാണ് എന്താ ഇത്ര ലേറ്റ് ആയതെന്ന്. ഇന്ന് കുറച്ച് കൂടുതൽ പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയെന്ന് നായകൻ പറയുമ്പോൾ, ശരി നമ്മുടെ മുറിയിൽ എന്തിനാ ആ ലൈറ്റ് ഏത് സമയം ഇങ്ങനെ കത്തിച്ചിട്ടിരിക്കുന്നത്? കിടന്നുറങ്ങുന്ന സമയത്തെങ്കിലും അത് ഓഫ് ആക്കിക്കൂടെ? നായകന്റെ ഈ ചോദ്യം കേട്ട് ദേഷ്യം വന്ന നായകൻ അത് പറ്റത്തില്ല എന്നും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് പ്രത്യേകിച്ച് നായക ഒന്നും പറയുന്നുമില്ല. അടുത്ത ദിവസം രാവിലെ ചന്ദ്രൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവൻ ഫുഡ് കഴിക്കാതെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവനുള്ള ഫുഡ് റെഡിയാക്കിയത് ബോക്സിലാക്കിയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി നായിക ഇറങ്ങുവാണ്. അങ്ങനെ അങ്ങോട്ടുള്ള യാത്രക്കിടയിൽ നമ്മുടെ നായിക ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഭംഗിയാർന്ന സ്ഥലങ്ങളെല്ലാം ആസ്വദിച്ചാണ് പോകുന്നത്. അങ്ങനെ അടുത്ത സീനില് നായകൻ വർക്ക് ചെയ്യുന്ന കടയിലേക്ക് നായിക എത്തുന്നു. ഈ സമയം കടയുടെ മുതലാളി, അതായത് നായകന്റെ ബോസ്, കടയിലേക്ക് എത്തിയ നായകനെ കണ്ടതും ആ വാ മോളെ ഇങ്ങനെയും പറഞ്ഞ് നായകനെ വിളിക്കുന്നു. ചേട്ടാ ഫുഡ് കഴിക്കാതെ ഇറങ്ങിയത്, അതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ വന്നതാ, മുതലാളിക്കും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ഫുഡ് അവിടെ കൊടുക്കുവാണ്. ഇത് കേൾക്കുന്ന മുതലാളി അത് കൊള്ളാലോ എന്നും പറഞ്ഞ് അവള് കൊണ്ടുവന്ന ആ ഫുഡ് തുറന്ന് അതിൽ നിന്ന് അല്പം എടുത്ത് കഴിക്കുന്നു. എന്നിട്ട് വളരെ നന്നായിട്ടുണ്ട് മോളെ എന്ന് പറയുവാണ്. ഈ സമയം ഇതെല്ലാം നായകനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവൻ നായകനോട് ദേഷ്യപ്പെടുന്നു. എനിക്ക് ഫുഡ് കൊണ്ടുവരാൻ ഞാൻ നിന്നോട് പറഞ്ഞു, അനുവാദം ഇല്ലാതെ വീട് വിട്ട് പുറത്തിറങ്ങാൻ നിന്നോട് ആരാ പറഞ്ഞേ? അങ്ങനെ നായകന്റെ ഈ ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത്, അല്ല ചേട്ടാ ഫുഡ് കഴിക്കാതല്ലേ ഇറങ്ങിയത്, അതുകൊണ്ട് ഫുഡും കൊണ്ട് വന്നേന്ന് അവള് പറയുമ്പോൾ, പിന്നെ ഇത്ര നാൾ നീ ഫുഡ് തന്നിട്ടല്ലേ ഞാൻ ഇവിടെ വന്ന് പണി ചെയ്തോണ്ടിരുന്നത്, മര്യാദയ്ക്ക് വീട്ടിൽ പോടി. ഇങ്ങനെയും പറഞ്ഞ് നായകൻ വഴക്ക് പറയുമ്പോൾ അവള് വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഈ സമയം നായകന്റെ മുതലാളി നായകനെ വഴക്ക് പറയുവാണ്. ആ പെങ്കുച്ച് ഫുഡും കൊണ്ട് വന്നേന് നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നൊക്കെ അയാൾ ചോദിക്കുന്നു. അടുത്ത സീനില് ചന്ദ്രന്റെ വീട്ടിലേക്ക് ചന്ദ്രന്റെ അനിയൻ വരുവാണ്. ചന്ദ്രന്റെ കല്യാണം കഴിഞ്ഞ അന്ന് ഇവന് എവിടെയൊക്കെ ഒരു യാത്ര പോയതായിരുന്നു. ഇപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയതും വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് ഫുഡെല്ലാം എടുത്ത് കഴിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായിക കുളി കഴിഞ്ഞ് മുറിയിലേക്ക് എത്തുവാണ്. ആ മുറിക്ക് മറയായിട്ടുണ്ടായിരുന്നത് ഒരു കർട്ടൻ മാത്രമായിരുന്നല്ലോ. ലൈറ്റും കത്തിക്കിടക്കുമായോണ്ട് തന്നെ നായിക ആ മുറിയിൽ നിന്ന് ഡ്രസ്സ് മാറുന്നതിന്റെ നിഴലിൽ കറക്റ്റ് ആയിട്ട് പുറത്ത് കാണായിരുന്നു. ഹാളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന നായകന്റെ അനിയൻ ഇതെല്ലാം നോട്ട് ചെയ്യുന്നു. കുറെ നേരം കഴിഞ്ഞ് നായിക ഹാളിൽ വന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യം നായിക ശ്രദ്ധിക്കുന്നത്. അതായത് അകത്തു നിന്ന് എന്തെങ്കിലും ചെയ്താൽ അത് കറക്റ്റ് ആയിട്ട് നിഴല് പോലെ പുറത്ത് കാണാമെന്ന്. അങ്ങനെ അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്ന നായകനോട് അവൾ ഈ കാര്യം പറയുന്നു. അകത്തു നിന്നൊന്ന് ഡ്രസ്സ് മാറാൻ പോലും കഴിയുന്നില്ല. സോ അത്യാവശ്യമായിട്ട് മുറിക്കൊരു വാതിൽ പിടിപ്പിക്കണം എന്നാണ് അവൾ പറയുന്നത്. ഇത് കേൾക്കുന്ന നായകൻ പറയാണ്, പിന്നെ നീ അകത്തു നിന്ന് ഡ്രസ്സ് മാറുമ്പോൾ അത് നോക്കാനായിട്ട് ആരോ അങ്ങ് വരുമല്ലേ, നീ വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ഇപ്പൊ നായികയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും നായകൻ അതിലൊന്നും ചെയ്യില്ല എന്ന് അവൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ അവളിപ്പോ സ്വയം ഒരു കാർഡ്ബോർഡ് കഷ്ണം വെട്ടിയെടുത്ത് ആ ജനൽപ്പാളിന്റെ അവിടെ ഒട്ടിച്ചു വെക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അമ്മായിമ്മ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവര് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ സഹായിക്കുകയാണ് അതില്. ഈ സമയം അമ്മായിയമ്മ നായകനോട് പറയുകയാണ്, ചന്ദ്രന്റെ ഇതുപോലെയുള്ള പെരുമാറ്റം കണ്ട് മോൾക്ക് അവനോട് ദേഷ്യം തോന്നുന്നൊന്നും വേണ്ട. അവന്റെ അച്ഛൻ മരിച്ച മുതല് ഈ കുടുംബത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുവാണ് അവൻ. അതിന്റെ ദേഷ്യവും കലിയൊക്കെയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട നായിക, അങ്ങനെയാണെങ്കിൽ കുടുംബത്തിന്റെ ഈ അവസ്ഥ മാറ്റാനായിട്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും ജോലിക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. യാതൊന്നും വേണ്ട, അതിനവൻ സമ്മതിക്കില്ല എന്നാണ് അമ്മ മറുപടി കൊടുക്കുന്നത്. അങ്ങനെ ജനലെല്ലാം നന്നാക്കി കഴിഞ്ഞ് നായിക അമ്മയോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അമ്മയെ ലൈറ്റിന്റെ കാര്യത്തില് അമ്മ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, അദ്ദേഹത്തിനോടൊന്നും സംസാരിക്കണം. ഇത് കേൾക്കുന്ന അമ്മായിമ്മ, ശരി മോളെ ഞാൻ സംസാരിക്കാന്ന് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി നായകൻ വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായിമ്മ നൈസായിട്ട് ഈ കാര്യം പറയുവാണ്. ഇത് കേട്ടത് നായകൻ ദേഷ്യം വരുന്നു. ഇത് അവള് നിങ്ങളെ കൊണ്ട് പറഞ്ഞു പറയിച്ചതായിരിക്കും അല്ലേ, ഞാനത് ഓൾറെഡി അവളോട് പറഞ്ഞതാണ്, അത് നടക്കില്ല എന്ന്. സോ എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല, അതുകൊണ്ട് ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാൻ എന്റെ അടുത്ത് വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് നായകൻ ദേഷ്യപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അന്ന് നായകൻ വീട്ടിൽ കിടക്കുന്നുമില്ല. ദേഷ്യം കൊണ്ട് അവൻ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഷോപ്പിലാണ് അന്ന് അവൻ കിടക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ആയിട്ട് നായകനെ കാണാത്തോണ്ട് നായകന്റെ അനിയന്റെ അടുത്ത് എന്ന് പറയുവാണ്, ഇന്നലെ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയ ഏട്ടൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, സോ നീ ഒന്ന് പോയി അന്വേഷിക്കുമെന്ന്. ഏട്ടൻ ആ ഷോപ്പിൽ അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാവും, ഇതൊക്കെ ഇവിടെ പതിവാ, ചേച്ചി ഒന്നും കാര്യമാക്കണ്ടാന്ന് ഈ സമയം അനിയും പറയുന്നു. അടുത്ത സീനിലെ ഇലക്ട്രോണിക് ഷോപ്പ് കാണിക്കുവാണ്. നായകൻ ഇന്നലെ രാത്രി അവിടെ കിടന്നെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അവൻ ഉറക്കം എഴുന്നേറ്റിട്ടില്ല. ഈ സമയം അവിടേക്ക് മുതലാളി വരുന്നു. അങ്ങനെ അവനവിടെ കിടക്കുന്നത് കണ്ടിട്ട് അവനെ വിളിച്ച് എഴുന്നേപ്പിക്കുവാണ് അയാള്. എന്നിട്ട് അവനോട്, അപ്പൊ ഇന്നലെ നീ വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു അല്ലേ? എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടി, അവൾക്ക് പ്രായം വളരെ കുറവാണ്. സോ അതിന്റെ പക്വതയൊക്കെ അവൾ കാണിക്കുകയുള്ളൂ. അതിന് നീ അവളോട് ദേഷ്യപ്പെട്ട് അവളുമായിട്ട് വഴക്കുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. അതിനനുസരിച്ച് അവളോട് നീ പെരുമാറണം, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിനക്ക് കഴിയണം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നായകനെ അയാള് വീട്ടിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. അങ്ങനെ നായകൻ വീട്ടിലേക്ക് എത്തുവാണ്. ഇത്രയും നേരമായിട്ട് നായകനെ കാണാത്തതിന്റെ ഭീതിയിലിരിക്കുമായിരുന്നു നായിക. എന്നാൽ വീട്ടിലേക്ക് എത്തിയ നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മുറിയിലുള്ള നായികനെ പൊതുരം തല്ലുന്നു. അങ്ങനെ അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തതിനു ശേഷം അവളുടെ സമ്മതം കൂടാതെ അയാൾ അവളോട് ഫിസിക്കലി അപ്രോച്ച് ചെയ്യുന്നു. ഈ സമയം വേദന കൊണ്ട് നായകൻ നിലവിളിക്കുവാണ്. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന നായകന്റെ അമ്മായിമ്മയും നായകന്റെ അനിയനെല്ലാം കേൾക്കുന്നുണ്ട്. എന്നാൽ അവരതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ നായികയ്ക്കാണെങ്കിൽ ഇന്നലെ നടന്ന ആ സംഭവം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയുന്നില്ല. ബോഡിയൊക്കെ ഫുൾ പെയിൻ ആയിരുന്നു. കാരണം നായകൻ അവളെ അത്രയധികം ടോർച്ചർ ചെയ്തില്ലേ. ഇതേസമയം പുറത്ത് നായകന്റെ തോട്ടത്തില് കഴിഞ്ഞ ദിവസം രാത്രി പന്നി ഇറങ്ങി വിളകളെ മുഴുവൻ നശിപ്പിച്ചായിരുന്നു. സോ അമ്മായിയമ്മയാണെങ്കിൽ അതിന്റെ സങ്കടത്തിലിരിക്കുവായിരുന്നു. എന്നാൽ ഇതേ സമയം നമ്മുടെ നായികയോ നല്ലൊരു കുടുംബജീവിത സ്വപ്നം കണ്ടാണ് നായിക
ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആഗ്രഹിച്ച പോലെ ഒന്നും അല്ല നടക്കുന്നതെന്നുള്ള രീതിയിൽ അവൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അന്നിന്റെ അത്ര ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ നായകനാണെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ അവളോട് സെക്സ് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ ഈ സമയത്ത് ആകെ ദേഷ്യം വരുന്ന നായിക ഒരു കത്തിയെടുത്ത് അവൻ നേരെ ചൂണ്ടുന്നു. ഇത് കണ്ടതും ചന്ദ്രനാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കഴിഞ്ഞ ദിവസം അവൻ അത്രയധികം അവളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭയം കൊണ്ടാണ് ഇപ്പൊ അവന് നേരെ അവളെ കത്തി കൊണ്ടിയത്. അടുത്ത ദിവസം രാവിലെ നായകൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നായിക അവനോട് പറയുവാണ്, ഞാൻ എന്റെ അമ്മേന്റെ അടുത്തേക്ക് പോവാണെന്ന്, നീ ഒരിടത്തേക്കും പോണ്ട, നീ ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവളോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ നായിക സങ്കടം വന്ന് കരയുവാണ്. കുറെ നേരം കഴിഞ്ഞ് നായകൻ ജോലിക്കെല്ലാം പോയതിനു ശേഷം നായികയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്. ഇനി ഈ വീട്ടിൽ നിന്ന അയാളെ തന്നെ എന്ത് ചെയ്യുന്നു തന്നെ നായികയ്ക്ക് അറിയത്തില്ല. ഒരുപക്ഷെ അയാളുടെ ഈ ടോർച്ചറിങ് സഹിക്കാനാവാതെ നായികന്റെ ജീവൻ വരെ നഷ്ടമായേക്കാം. അതുകൊണ്ട് അതിനൊരു ഇട കൊടുക്കണ്ടെന്നുള്ള രീതിയിൽ നായിക അവളുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് അപ്പൊ തന്നെ വീട് വിട്ടിറങ്ങുവാണ്. സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടാണ് നായിക അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ബാഗും കൊണ്ട് അവളെ വഴിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രനാണെങ്കിൽ വീട്ടിലേക്ക് എന്തിനോ തിരിച്ചു വരുവാണ്. അവളുടെ ഗതികേടിന് അവൾ അങ്ങനെ പോകുന്നത് വഴിയിൽ വെച്ച് അവൻ കാണുന്നു. അങ്ങനെ വഴി കിടന്ന വലിയൊരു വടിയെടുത്ത് അവളെ അവൻ പൊതിരം തല്ലുന്നു. എന്നിട്ട് വീട്ടിലേക്ക് പൊടിയെന്നും പറഞ്ഞ് അവളെ വീട്ടിലേക്ക് തല്ലി ഓടിപ്പിക്കുവാണ്. അങ്ങനെ പൊതിരം തല്ലും കൊണ്ട് നായിക വീട്ടിലേക്ക് എത്തുന്ന സമയം അവളുടെ ഈ അവസ്ഥ കണ്ട് അമ്മായിമ്മയ്ക്ക് പാവം തോന്നുന്നു. അങ്ങനെ അവരവൾക്ക് മരുന്നെല്ലാം വെച്ച് കൊടുക്കുവാണ്. ഈ സമയം അവര് പറയുന്നുണ്ട് നായികനോട്, നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ മോളെ, ഇതുവരെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അന്നാ തല്ലെല്ലാം കൊണ്ട് എഴുന്നേക്കാൻ കഴിയാതെ നായിക മുറി കിടക്കുന്ന സമയത്ത് അന്നിന്റെ രാത്രി ജോലി കഴിഞ്ഞെത്തുന്ന ചന്ദ്രൻ അവളുടെ സമ്മതമില്ലാതെ ബലമായിട്ട് അവളോട് സെക്സ് ചെയ്യുന്നു. ഈ സമയം വേദന കൊണ്ട് നായിക കരയുന്നതല്ല, നായകന്റെ അനിയനും അമ്മയെല്ലാം ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു പോവാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നല്ല നായിക പതിയെ പതിയെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ തോട്ടത്തിലിറങ്ങി വിളകളെല്ലാം നശിപ്പിക്കുന്ന ആ പന്നീനെ പിടിക്കാൻ വേണ്ടി നായിക അമ്മായിയമ്മയും കൂടി ഒരു കെണിയെല്ലാം സെറ്റ് ആക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് നമ്മുടെ നായികയ്ക്കാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വരുവാണ്. അതായത് അവള് മെന്റലി കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നു. ഇനിയും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. സോ അതിനോട് പോരാടി നിൽക്കണം, അല്ലാതെ അതിൽ മനന്നൊന്ന് തളർന്നു പോവുകയല്ല വേണ്ടത്. ഇങ്ങനെയുള്ള അവളുടെ മനസ്സിൽ അവൾ തന്നെ വിചാരിക്കുന്നു. അങ്ങനെ ഈ ഒരു ചിന്ത മനസ്സിൽ വന്നതിന് ശേഷം അവളാണെങ്കിൽ രാത്രിയാകുമ്പോൾ ഭർത്താവിനോടൊപ്പം കിടക്കാതെ പായ് വിരിച്ച് താഴെ കിടക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം നായികയ്ക്ക് തോന്നുവാണ് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ കത്തി വെച്ച് അങ്ങ് കുത്തിക്കൊന്നാലോ എന്ന്. കാരണം തന്നെ ഇത്രയധികം ദ്രോഹിക്കുന്ന ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഇനി ഭർത്താവായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു ചിന്ത നായകനെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും നായിക അങ്ങനെ ചെയ്യുന്നില്ല. പിന്നീട് അതുപോലെ നായകനെ തീർക്കാൻ വേണ്ടി പല അവസരങ്ങളും നായികയ്ക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ നായിക അവസരങ്ങൾ വേസ്റ്റ് ചെയ്യുന്നു. കാരണം അങ്ങനെ ചെയ്യാൻ അവൾക്ക് കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ദിവസം നായകനോട് അവന്റെ അമ്മ അവന്റെ മാമന്റെ വീട്ടിലേക്ക് നായകനെയും കൂട്ടിക്കൊണ്ടൊന്ന് പോയിട്ട് വരാൻ പറയുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് അവർ വിരുന്നിനൊന്നും പോയിട്ടില്ലായിരുന്നു. നായകനെ കൊണ്ട് പോകാൻ അവനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാലും അമ്മേന്റെ നിർബന്ധം കൊണ്ട് നായകനെ കൊണ്ട് അവൻ പോവുകയാണ്. അങ്ങനെ അവിടെ മാമന്റെ വീട്ടിലെത്തിയതും നായകനാണെങ്കിൽ അവിടെ വെച്ചും നായകനെ ഒരുപാട് അപമാനിക്കുന്നു. അവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുകയും അവളെ നാണം കെടുത്തുകയൊക്കെ ചെയ്യുവാണ് അവൻ. അങ്ങനെ ഒന്ന് പാതിരാത്രി ആവുന്ന സമയത്ത് നായികനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അവൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വഴിയോരത്തുള്ള ഒരു അരുവിയിലേക്ക് കാല് വഴി അവൻ വീഴുന്നു. ഇത്രയും നാളും അവൻ ഇവളോട് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാതെ അവൾക്ക് വേണമെങ്കിൽ പോവായിരുന്നു. എന്നാലും തന്റെ ഭർത്താവല്ലേ എന്നുള്ള ഒരു പരിഗണന കൊടുത്ത് നായിക അവനെ അവിടുന്ന് വലിച്ചു കയറ്റാൻ വേണ്ടി കൈ കൊടുക്കുന്നു. എന്നാൽ തനിക്ക് സ്വന്തമായിട്ട് കയറാൻ കഴിയുന്നുള്ള രീതിയിൽ നിന്റെ സഹായം ഒന്നും എനിക്ക് വേണ്ടടിയെന്നും പറഞ്ഞുകൊണ്ട് അവളെ അവൻ ചീത്ത വിളിക്കുന്നു. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഒഴുക്കുള്ള സ്ഥലത്തേക്ക് അവൻ വീണു പോവുകയാണ്. അങ്ങനെ അവൻ ആ വെള്ളത്തിലേക്ക് മുങ്ങി പോകുന്ന സമയത്ത് എന്നെ രക്ഷിക്കുന്നും പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ കൈ നീട്ടുന്നു. എന്നാൽ അപ്പം നമ്മുടെ നായികയാണെങ്കിൽ അവനെ മൈൻഡ് ആക്കുന്നില്ല. ഇത്രയും നാൾ നീ എന്നോട് ചെയ്ത കാര്യത്തിന് ഇനി നീ അനുഭവിക്കാൻ പറഞ്ഞ് നായിക അവൻ മുങ്ങിച്ചാവുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ നായകൻ മരിക്കുവാണ്. അറ്റ് ദ സെയിം ടൈം തോട്ടത്തിലിറങ്ങുന്ന പന്നീനെ പിടിക്കാൻ വേണ്ടി നായിക അമ്മായിമ്മയും കൂടി ഒരു കെണി സെറ്റ് ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നല്ലോ. ആ കെണിയിൽ വീണ്ടും പന്നി മരിക്കുന്നതായിട്ടും കാണിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അവിടുന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുവാണ്. ഇപ്പൊ ചന്ദ്രന്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നായിക ഒരു സമാധാനത്തോടുകൂടി മുറിയിൽ അങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ അവളാണെങ്കിൽ മുറിയിൽ ഏത് സമയം കത്തിക്കിടക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി അവൾ അതിലൊരു സ്വിച്ച് പിടിപ്പിക്കാൻ തുടങ്ങുവാണ്. ഈ സമയമാണ് അവിടേക്ക് നായകന്റെ അനിയൻ വരുന്നത്. നായകന്റെ അമ്മയാണെങ്കിൽ ആ സമയം പുറത്തു പോയിരിക്കുമായിരുന്നു. ഈ ഒരു അവസരം മുതലാക്കി അവളോട് മോശമായിട്ട് പെരുമാറാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. എന്റെ ചേട്ടന്റെ ക്രൂര പീഡനങ്ങളെല്ലാം നീ ഏറ്റുവാങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയായിരുന്നു. നീ വേദന കൊണ്ട് കരയുന്നതെല്ലാം ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇപ്പൊ ചേട്ടനില്ലാത്തതുകൊണ്ട് ഇനി ഞാനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാ നിനക്ക് ഇവിടെ ജീവിക്കാം. ഇങ്ങനെ അവൻ പറയുന്ന സമയത്ത് അവനോട് നായിക പറയുകയാണ്, നീ പറഞ്ഞ ശരിയാ, നിന്റെ ചേട്ടന്റെ ക്രൂര പീഡനങ്ങൾ ഞാൻ ഒരുപാട് ഏറ്റുവാങ്ങിയതാ. അന്ന് ഞാൻ കരഞ്ഞ കരച്ചിലിന് പകരമെന്ന രീതിയിൽ അയാൾ അന്ന് ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോൾ ഞാനത് ആസ്വദിച്ചു നിന്നതാ. അപ്പൊ സ്വന്തം ഭർത്താവിന് അങ്ങനെ ഒരു ശിക്ഷ നായിക കൊടുത്തെങ്കിൽ ഭർത്താവിന്റെ അനിയനായ ഇവന് എന്ത് കിട്ടും എന്നുള്ള കാര്യം നായകന്റെ സംസാരം കേട്ടപ്പോ തന്നെ അവന് മനസ്സിലായി. അങ്ങനെ ഉള്ളിലൊരു പേടിയാവുന്ന അവൻ അവിടുന്ന് നൈസായിട്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നായിക ഇനി ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കൂല, സമാധാനത്തോടുകൂടി ജീവിക്കുമെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുക. ദെൻ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.